സുന്നത്ത് നമസ്കാരങ്ങൾ ഇടയ്ക്ക് വെച്ച് മുറിക്കുകയോ ചെയ്താൽ മടക്കി നിസ്കരിക്കണമോ? സുധീർ മുഹമ്മദ് കോയമ്പത്തൂരിൽ നിന്നുമാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ മുറിക്കുകയോ ചെയ്താൽ മടക്കി നമസ്കരിക്കണം. ഷാഫി മദ്ഹബിൽ മടക്കൽ നിർബന്ധമില്ല, വേണമെങ്കിൽ മടക്കി നമസ്കരിക്കാമെന്ന് മാത്രം. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്കാണോ കൂടുതൽ പരീക്ഷണങ്ങൾ നൽകുന്നത്? ഫാത്തിമ നൗഫൽ കോഴിക്കോട് നിന്നുമാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. ഇരുമ്പ് അതിനെ തീയിൽ ഉലയിൽ വെച്ച് പഴിപ്പിച്ച് അതിന്റെ അഴുക്കുകൾ മുഴുവൻ നീക്കുന്നത് പോലെ, സ്വർണം ഊതിക്കാച്ചി തങ്കമാക്കി മാറ്റുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടവർക്കും പരീക്ഷണങ്ങൾ നൽകി അവരെ സ്വർഗത്തിന് അർഹരാകുന്ന പത്തരമാറ്റുള്ളവരാക്കി മാറ്റി തീർക്കും. ആ അടിസ്ഥാനത്തിൽ അതിനെ കാണുക. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ മൻസിൽ പതിവായി ഓതിയപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഞങ്ങളുടെ ഏകമകൾക്ക് വിവാഹമുറപ്പിച്ചു. 10,000ങ്ങൾക്ക് സാന്ത്വനമാകുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ഉസ്താദിനും കുടുംബത്തിനും ദീർഘായുസ്സും നേരുന്നു. ഹംസ മണ്ണാർക്കാട് നിന്നും, എം നൂറുദ്ദീൻ കാങ്കോലിൽ നിന്നും, ഫെമീന CK മലപ്പുറത്ത് നിന്നുമാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. മൻസിലോതി അനേകം കാര്യങ്ങൾ സാധിച്ചുവെന്നും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും പറഞ്ഞ് ധാരാളം കത്തുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. അതെല്ലാം വായിക്കാൻ നിവൃത്തിയില്ല, ചില സാമ്പിളുകൾ മാത്രമാണ് വായിക്കുന്നത്. ഇവിടെ ഈ 3 സഹോദരങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ നടന്നതായിട്ട് അവർ രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, മൻസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഓതാൻ കൽപ്പിച്ച ആയത്തുകളാണ്. ആയത്തുൽ ഹർബ് എന്നാണ് സൗദി അറേബ്യയിൽ പണ്ഡിതന്മാർ ഈ ആയത്തുകളെ വിശേഷിപ്പിക്കുക. വളരെ പ്രയോജനമുള്ള ഖുർആനിലെ ആയത്തുകളാണ്. ഇത് പതിവാക്കുന്നത് ഏറ്റവും പുണ്യമാണ്. അതുകൊണ്ട് ഒരുപാട് ദുന്യവിയും ഉഖ്റവിയുമായ നേട്ടങ്ങൾ ഉണ്ടാകും. സാധിക്കുന്നവരെല്ലാം മനസ്സിൽ മുറുകെ പിടിക്കണം, പതിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇസ്ലാമിൽ റാത്തീബിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? കുത്തുറാത്തീബ് അനുവദനീയമാണോ? സെയ്ദ് മുഹമ്മദ് എടത്തിരുത്തിൽ നിന്നുമാണ് ഇക്കത്തെഴുതിയിരിക്കുന്നത്. റാത്തീബ് എന്നുള്ള പദം നാം മലയാളികൾ ഉണ്ടാക്കിയതാണ്. റാത്തിബ് എന്നാണ് അതിന്റെ അറബി വേർഡ്. പതിവാക്കുന്നത്. മഹാന്മാർ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, വലിയകൾ നിത്യജീവിതത്തിൽ പതിവാക്കിയിരുന്ന ദിക്റുകളും ദുആക്കളും ഒക്കെയാണ് റാത്തീബിലുള്ളത്. അവർ പതിവാക്കിയിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിലെയും ഹദീസിലെയും ദുആക്കളും ദിക്റുകളും പതിവാക്കുന്നത് നല്ലത് തന്നെയാണ്. ചില റാത്തീബുകളിലെ ചില ആയത്തുകളോ ചില വചനങ്ങളോ നമുക്ക് മനസ്സിലാവില്ല. അത് അള്ളാഹുവിന്റെ സൂക്ഷ്മജ്ഞാനം കിട്ടിയ ആരിഫീങ്ങൾ പതിവാക്കിയതാണ്. മനസ്സിലാകാത്തത് നാം ഓതിക്കൊള്ളണമെന്നില്ല. റാത്തീബ് മഹാന്മാർ പതിവാക്കിയ ദിക്റുകളാണ്. അത് പതിവാക്കുന്നത് ആ രീതിക്ക് അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിന് വേണ്ടി പതിവാക്കുന്നത് നല്ലതാണ്. കുത്തുറാത്തീബിന് ഇസ്ലാമിക പാരമ്പര്യത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. സ്വന്തം മക്കളെ കൊണ്ട് സഹോദരങ്ങളെ മർദ്ദിക്കുകയും ചീത്ത വിളിപ്പിക്കുകയും ചെയ്യുന്ന മാതാവിന്റെ വിധി എന്ത്? നൂർജഹാൻ ആലങ്കോട്. എഴുത്തിമാതൻ മനഃപൂർവ്വമാണ് ഒരു മാതാവ് ഇങ്ങനെ ചെയ്യിക്കുന്നതെങ്കിൽ അത് ഹറാമാണ്. കുടുംബബന്ധം ചേർക്കുന്നവരെ അള്ളാഹു ചേർക്കുന്നു, കുടുംബബന്ധം മുറിക്കുന്നവരെ അള്ളാഹു മുറിക്കുന്നു. കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരം സ്വഭാവങ്ങൾ ആരെങ്കിലും കാട്ടുന്നുണ്ടെങ്കിൽ ഉടൻ പിന്മാറിക്കൊള്ളുക. ജാറങ്ങളിൽ പോയി കാര്യസാധ്യത്തിനായി അവിടെയുള്ള മഹാന്മാരോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? പി കോയുണ്ണി അബഹ എന്ന സ്ഥലത്തു നിന്നുമാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. എല്ലാ പ്രാർത്ഥനയും വേണ്ടത് സർവശക്തനായ അള്ളാഹുവിനോട് മാത്രമാണ്. മഹാന്മാരോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇസ്തിഗാസ ഒന്നുണ്ട്, പക്ഷെ അത് അറിയാവുന്നവർ മാത്രമാണ് ചെയ്യേണ്ടത്. സാധാരണക്കാർ അത് ചെയ്യാൻ പാടില്ല. ജാറങ്ങളിലോ മറ്റോ സിയാറത്തിന് പോയാൽ നമുക്കാകെ ചെയ്യാവുന്നത്, അള്ളാഹുവേ, നിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരണേ എന്ന് തവസ്സുലാക്കാം. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അവരോട് ചോദിക്കുന്നതൊക്കെ തെറ്റാണ്. പ്രത്യേകിച്ചും അറിവില്ലാത്ത സാധാരണക്കാർ, പാമര ജനങ്ങൾ അത് ചെയ്യുന്നത് ചിലപ്പോൾ ഷിർക്ക് വരെ ചെന്നെത്തിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉസ്താദ് പറഞ്ഞു തന്ന ദുആ ഓതി എന്റെ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടി. അൽഹംദുലില്ലാഹ്. അള്ളാഹു അങ്ങേക്ക് ഉയർന്ന പ്രതിഫലവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഒരു സഹോദരി ഇടപ്പട്ടയിൽ നിന്നുമാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവവും ഭാര്യയോടും മക്കളോടുമുള്ള ഉത്തരവാദിത്വമില്ലായ്മയും മാറുന്നതിന് വേണ്ടി
മൻസിൽ 5-ാം ഭാഗത്ത് നാം ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. 5 നേരം നമസ്കരിച്ച് ആത്മാർത്ഥമായി ആ ദുആ പതിവാക്കിയാൽ അള്ളാഹു ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മാറ്റിത്തരികയും അവർക്ക് ജീവിതത്തിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുകയും ചെയ്യും. അള്ളാഹു എല്ലാ കുടുംബങ്ങൾക്കും സംതൃപ്തമായ ദീനിയായ ജീവിതം തന്ന് അനുഗ്രഹിക്കട്ടെ. പണിയെടുത്തവർക്ക് കൂലി കൊടുക്കാതെയും യത്തീമിന്റെ പണം കൈക്കലാക്കിയും ഹജ്ജിന് പോകുന്ന വ്യക്തിയുടെ ഹജ്ജ് സ്വീകാര്യമാകുമോ? റംല ആലുവയിൽ നിന്നുമാണ് ഇക്കത്തെഴുതിയിരിക്കുന്നത്. ഹജ്ജ് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഹക്കാണ്. ഹജ്ജിനായിട്ടെത്തുന്ന അടിമയോട് അള്ളാഹു തആല പറയുക, മനുഷ്യർ തമ്മിലുള്ള ഹക്കുകൾ പൂർത്തിയാക്കിയിട്ട് വരിക, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാനും നീയുമായിട്ടുള്ള ഹക്കുകൾ പൂർത്തിയാക്കാൻ കഴിയൂ. മനുഷ്യരുടെ ഹക്കുകൾ ബാക്കിയാക്കി ഹജ്ജിന് പോയാൽ ആ ഹജ്ജ് സ്വീകാര്യമാകുന്നതല്ല, ആ ഹജ്ജിന് പ്രതിഫലം കിട്ടുന്നതുമല്ല. ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വരുമോ? പിശാചിനെ കാണാൻ പറ്റുമോ? സാദിഖ് ചേറ്റുവയിൽ നിന്നുമാണ് ഇക്കത്തെഴുതിയിരിക്കുന്നത്. പിശാചിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു രൂപവും സ്വീകരിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പിശാചിനെ നേരിൽ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉസ്താദ് അയച്ചു തന്ന ദുആകൾ ചെല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. കടങ്ങൾ കുറെ തീർത്തു. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സുഹർബാൻ സുലൈമാൻ പുഴവാദ്. അൽഹംദുലില്ലാ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനും ദാരിദ്ര്യം ഇല്ലാതാകാനുമുള്ള ദുആ അൽ മഫാസ് 1-ാം ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 5 നേരം കൃത്യമായി നമസ്കരിച്ചുകൊണ്ട് ഈ ദുആക്കൾ അതുപോലെ പതിവാക്കുന്നവർക്ക് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അവരുടെ കടങ്ങൾ വീടുകയും സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് അച്ചട്ടാണ്, ഫലവത്താണ്. എല്ലാവരും ആ ദുആക്കൾ പതിവാക്കുക. സാമ്പത്തിക വൈഷമ്യമുള്ളവർ പ്രത്യേകിച്ചും അത് ചെയ്യുക. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്തിൽ അഭിവൃദ്ധി നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്.